ചില പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ വെച്ചേക്കുന്ന പരിമിതി അല്ല നമ്മുടെ ദൈവം കണ്ടിരിക്കുന്ന പരിമിതി. സ്തോത്രം. നമ്മുടെ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി എഴുതേണ്ട സമയമായി. നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നമ്മൾ പരിമിതമായി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് അതിനേക്കാളൊക്കെ അപ്പുറമായി വലിയ ദൈവമഹത്വം വെളിപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എൻ്റെ മോള്, അവൾക്ക് രണ്ടാമത്തെ മോൾ, അവൾക്ക് 4 വയസ്സുള്ളപ്പം ഡോക്ടർമാരൊക്കെ പറഞ്ഞ അവള് ഇനി ജീവിക്കത്തില്ല, അവള് മരിച്ചു പോകും എന്ന് പറഞ്ഞു. അവള് മരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു നമ്മുടെ ശരീരാവസ്ഥ. 2 കിഡ്നിയും പകുതി വർക്ക് ചെയ്യുന്നുള്ളൂ. കിഡ്നി ഒന്നും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവിടെ ശരീരാവസ്ഥകളൊക്കെ ഓരോ ദിവസവും ചെല്ലുന്നോറും കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. സ്തോത്രം. എന്നാൽ ഈ നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയുടെ പരിമിതിയോ നമ്മുടെ അവിശ്വാസത്തിന്റെ പരിമിതിയോ ഒന്നും നമ്മുടെ കർത്താവിന് പ്രശ്നമല്ല. അവൻ അതിനെയൊക്കെ മറികടക്കാൻ ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായി വലിയ മഹത്വം ഇറങ്ങുന്നത് പോലെയുള്ള ദൈവപ്രവൃത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ ഇടയായിരിക്കും. ഇപ്പോൾ അവർക്ക് 12 വയസ്സുണ്ട്. 12 വയസ്സ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പപ്പ ഇനി എന്നെ ഇനി സ്കൂളിൽ കൊണ്ടുവിടണ്ട, ഞാൻ ബസ്സിന് പൊക്കോളാം, ലൈൻ ബസ്സിന് പൊക്കോളാം എന്ന്. ഒരാഴ്ച മുതൽ എൻ്റെ മോള് ലൈൻ ബസ്സിന് കയറിയപ്പോൾ അത് ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, അവിടെ നട്ടെല്ലിന്റെ ഒരു ഭാഗമില്ല. വൈദ്യശാസ്ത്രം അനുസരിച്ച് എണീറ്റ് നടക്കാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല, എപ്പോഴും പാരലൈസ്ഡ് ആയിട്ട് കിടക്കാൻ മാത്രമേ കഴിയൂ. കാരണം അവർക്ക് ഒരു ഭാഗത്തുള്ള അവളുടെ സ്പൈനൽ കോഡ് മിസ്സിംഗ് ആണ്. പാരയ്ക്ക് താഴോട്ട് ഒരു ചലനശേഷി ഉണ്ടാകത്തില്ല. സ്തോത്രം. എന്നാൽ അതൊന്നും ഇല്ലെങ്കിലും, സ്പൈനൽ കോഡ് ഇല്ലെങ്കിലും, നട്ടലിന്റെ ഒരു ഭാഗമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ദൈവത്തിന് അസാധ്യമായത്, നമ്മുടെ ദൈവത്തിനൊന്നും കഴിയാത്തതില്ല. രാത്രി വിശ്വസിക്കുമോ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങനെയല്ല, അതിനേക്കാളൊക്കെ അപ്പുറമായി ഞാൻ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ വിധികളെയും മറ്റുള്ളവരുടെ വിധികളെയൊക്കെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവസ്തോത്രം. രാത്രി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വലിയ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവമാണ്.